രക്തസാക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ബിജുലാൽ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹമാണ് താങ്കളുടെ നമ്പറൊക്കെ തരുന്നത്. രക്തസാക്ഷി എന്നുള്ള സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പരീക്ഷണ സിനിമയായിരുന്നു. പടം കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കലാസംവിധായകന് കുറച്ച് വർക്ക് ഉണ്ടാവുന്നത് പീരിയഡ് സിനിമകൾ എടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു മെട്രോ ഒരു യൂത്തിൻ്റെ സബ്ജക്റ്റ് പറയുന്നൊരു സിനിമയാണെങ്കിൽ അത് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. അതിനെ വളരെ ലളിതമായിട്ട് കാണുന്നൊരു മനോഭാവമുണ്ട്. രക്തസാക്ഷ്യം എന്ന സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സിനിമയുടെ സബ്ജക്റ്റ് ഒരുപാട് പുതുമയുള്ളതാണ്. എന്നാൽ അതൊരു പീരീഡ് സിനിമയല്ല. അങ്ങനെ അതേസമയം തന്നെ അത് പറയുന്ന കഥാപരിസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതപ്പുഴയുടെ ഭാഗത്ത് താങ്കളെ സംബന്ധിച്ച് കുറച്ചും കൂടി അവിടുത്തെ ഒരു അന്തരീക്ഷവും അവിടെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു, ഇപ്പോൾ പ്രോപ്പർട്ടി വരുന്നു, അതൊക്കെ താങ്കൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളിൽ എത്രത്തോളം പുതുമ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ സബ്ജക്റ്റുമായിട്ട് എത്രത്തോളം മിസ്മാച്ച് ആവാതെ ഇതിലെ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ എന്നുള്ളിടത്താണ് ഒരു ആർട്ട് ഡയറക്ടറെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. രക്തസാക്ഷ്യം എന്ന സിനിമയിലേക്ക് ബിജുലാൽ വിളിക്കുന്നതും അതിൻ്റെ ഭാഗമാവുന്നതും ഇപ്പോൾ അതിൻ്റെ ബഡ്ജറ്റാണെങ്കിലും നമുക്ക് ഊഹിക്കാം. ഒരു വലിയ ബാനറോ അല്ലെങ്കിൽ ഒരു വമ്പൻ പ്രൊഡക്ഷൻ ഹൗസിൻ്റെയോ പരിപാടികളല്ല. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റാണെങ്കിലും ഒരു പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും മനോഹരമായ വിഷ്വൽസ് എങ്ങനെ ഒരുക്കാമെന്നുള്ള ഒരു സാഹസികമായിട്ടുള്ളൊരു കാര്യം കൂടി അതിൻ്റെ പുറകിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ ഔട്ട് നമ്മൾ കൊടുക്കുന്നതിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നൽകാൻ പറ്റുന്നിടത്താണ് ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു ആ കലാകാരൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ആ സിനിമയെ പറ്റിയുള്ള ഓർമ്മകൾ? ആ സിനിമകളെ സംബന്ധിച്ച് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു. റിസ്ക് എന്ന് പറയാൻ കാരണം സത്യം പറഞ്ഞാൽ 0 ബഡ്ജറ്റായിരുന്നു. കാരണം അതൊരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു.